ഹലോ, കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ മടി കാരണം ചെയ്തില്ല അതിന്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജൊന്ന് ഓഫാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഓരോ സാധനം പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. എന്നപ്പോൾ എന്താ പഴുത്ത ചക്കി 2 ദിവസം മുന്നുള്ള കറികളൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രിഡ്ജൊന്ന് ഫുള്ളായി കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നും വെക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ എക്സ്പയറി ഡേറ്റ് ആയ കുറേ സോസുകളും ബിസ്ക്കറ്റുകളും ചോക്ലേറ്റുകളൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി. പിന്നെ ആവശ്യമുള്ള സാധനം മാത്രം അതിൻ്റെ അകത്ത് വെച്ച് അച്ചാർ, ജാം, പിന്നെ പാലിൻ്റെ കുപ്പിയൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് കാശിക്കുട്ടൻ വന്നിട്ട് ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്നുണ്ട്. കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ റേക്കും ട്രേയൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് സാധാ സോപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്ര കറകളൊന്നുമില്ല അതിനും. ഒരു പറ്റിപ്പുണ്ടായിരുന്നു. എല്ലാ സാധനവും ഇങ്ങനെ കൂടി കിടന്നിട്ട് പിന്നെ ഈ ചെറിയ നമ്മൾ പച്ചക്കറി വെക്കുന്ന ചെറിയ ബോക്സിൽ അതിൻ്റെ അകത്ത് ബീൻസും അതേമാതിരി തന്നെ വെണ്ടയ്ക്കയും ചീഞ്ഞെടുക്കുന്നുണ്ടായി. അത് ഞാൻ ഒഴിവാക്കി നല്ലോണം സോപ്പിട്ട് കഴുകുന്നുണ്ട്. പിന്നെ ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ട് അത് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്ത് എനിക്ക് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രേയും റേക്കൊക്കെ ഞാൻ നല്ലോണം തുടച്ചെടുത്തിട്ട് അത് ഫ്രിഡ്ജിൻ്റെ അകത്ത് നല്ലോണം ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് എല്ലാ സാധനവും അതിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചക്കറി വെക്കുന്ന ബാസ്ക്കറ്റ് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെ ചേറുകളൊന്നുമില്ല, അതിന് ഒരു പറ്റിപ്പ് മാത്രമേ ഉള്ളൂ അതിനും. കാരണം ഒരുപാട് പച്ചക്കറിയൊന്നും ഇപ്പോൾ വാങ്ങാറില്ല, അതുകൊണ്ട് ഇങ്ങനെ ചീഞ്ഞെടുക്കാറില്ല കേട്ടോ. പിന്നെ ഇന്ന് ഏട്ടൻ വരുമ്പോൾ കുറച്ച് പച്ചക്കറി നാളേക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പച്ചക്കറി വാങ്ങിയിരുന്നു. പിന്നെ ഗുഡ്സിൽ തക്കാളി വില കുറവിൽ വെക്കുന്നതിന് കൊണ്ട് ഒരു 3 കിലോ വാങ്ങിക്കൊണ്ട് വന്നേനു. അതൊക്കെ ഞാൻ നല്ലോണം തുടച്ചിട്ട് ഇങ്ങനത്തെ ചെറിയ ബോക്സിലെടുത്തിട്ടാണ് നല്ലോണം പഴുത്തത് ആ ചെറിയ കൊട്ടയിലും പഴുക്കാത്ത കുറച്ച് പച്ച ഉള്ളത് ഞാൻ ആ ബോക്സിലെടുത്തേക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബോക്സിൽ ഞാൻ ക്യാരറ്റും വഴുതനങ്ങയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോക്സിൽ ഇതാ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 6 സെറ്റിൻ്റെ ബോക്സ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതിന് 1 കൊല്ലമായിട്ട് വാങ്ങിയിട്ട് നല്ല അടിപൊളിയാണ്. എനിക്ക് ഇതിനകത്ത് തക്കാളിയൊക്കെ വെച്ച് നല്ല ഫ്രഷായി നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചിരുന്നേക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ, പൊടികളൊന്നും. പിന്നെ കാശിക്കുട്ടൻ്റെ ചെറിയ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് തൊടുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സൈഡിലൊക്കെ ഞാൻ നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടിച്ചു വാരി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എപ്പോഴാണ് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാനേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.